ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിലെ ടൈറ്റിൽ ബ്ലോക്കിൽ നമ്മൾ സ്കെയിൽ വാല്യൂ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് എങ്ങനെയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ തന്നെ അപ്ഡേറ്റ് ആവുന്നത് എന്നാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു ഓട്ടോകാഡ് ഡ്രോയിങ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാനിവിടെ വ്യൂ പോർട്ട് സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സ്കെയിൽ വാല്യൂ 1:100 ആണ്. ഇനി നമുക്ക് മോഡലിൽ ഒന്ന് പോയി നോക്കാം. ഇതാണ് ആ 1:100 ഉള്ളത്. ഇനി അത് കൂടാതെ വേറെ രണ്ടെണ്ണം കൂടെ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1:50 ആണ്, 1:150 ആണ്. ഇത് 1:50 ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഓട്ടോമാറ്റിക് ആയി അപ്ഡേറ്റ് ചെയ്യുന്നതിന് സെറ്റിങ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഇതാണ് നമ്മുടെ വ്യൂ പോർട്ട്. ഇതിൻ്റെ വാല്യൂ ഇവിടെ കാണുന്നുണ്ട് 1:100. ഇനി നമുക്ക് ഇവിടെ കാണാൻ പറ്റും സ്കെയിൽ, അതിൻ്റെ വാല്യൂ ഇതാ. ഇപ്പോൾ ഇവിടെ 1:10 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ടെക്സ്റ്റ് ഈ വ്യൂ പോർട്ടുമായിട്ടാണ് ലിങ്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഇവിടെ ഈ ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl+F എന്നടിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ Ctrl+F അടിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ അടിച്ച് ഇൻസേർട്ട് ഫീൽഡ്, അതിൻ്റെ ഷോർട്ട് കീ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, Ctrl+F. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ഒബ്ജക്റ്റ് എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒബ്ജക്റ്റ് ടൈപ്പ് എന്നത്. അതിന് തൊട്ടടുത്തായിട്ട് ഇതുപോലെ ഒരു ഐക്കൺ ഉണ്ടാവും, അതിലുണ്ടാവും സെലക്ട് ഒബ്ജക്റ്റ് എന്നത്. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ലിങ്ക് ചെയ്യേണ്ട വ്യൂ പോർട്ട് ഇതുപോലെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് വീണ്ടും ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും സ്റ്റാൻഡേർഡ് സ്കെയിൽ എന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കെയിൽ വാല്യൂ ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് സ്കെയിൽ നമ്മുടെ 1:100 ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഓക്കെ കൊടുക്കുക. ഇതും ഓക്കെ കൊടുക്കുക. ഇതാ അതിവിടെ ആ 1:10 എന്നുള്ളത് 1:100 ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്കെയിൽ വ്യൂ പോർട്ട് സ്കെയിൽ ഒന്ന് മാറ്റി നോക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ 1:50 അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. സൂം കൊടുത്ത് അത് സെലക്ട് ചെയ്ത് വെക്കുന്നു. അത് 1:50 അത് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇത് മാറിയിട്ടില്ല. നമ്മുടെ കീബോർഡിൽ റീജിയൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് മാറിക്കഴിഞ്ഞു. ഇനി ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഞാനിത് ഇതിനുള്ളിൽ തന്നെ പോകുന്നു. ഇനി നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് മാറിയിട്ടില്ല. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ റീജിയൻ അടിക്കുന്നു. അതാ അത് 1:50 ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.